പിന്നത്തെ എൻ്റെ ഭക്ഷണം ഒന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഇതെന്തൊക്കെയാണെന്ന് നോക്കിയേ. ഇത് നല്ലൊരു മല്ലിയില ചമ്മന്തി. മല്ലിയില ചമ്മന്തിയിൽ നാളികേരം, മല്ലിയില, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ചെറുനാരങ്ങ, ഉപ്പ്, ഇത്രയും വിഷയങ്ങളാണുള്ളത്. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയോ ഇത്. പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട്. കുറച്ച് ക്യാരറ്റ്, കുക്കുംബർ, തക്കാളി, ബീട്രൂട്ട്, കാബേജ്. ഇത് പൈനട്ട്. പിന്നെ കുറച്ച് ചെറുപയർ മുളപ്പിച്ചത്, ഉലുവ മുളപ്പിച്ചത്, കപ്പലണ്ടി മുളപ്പിച്ചത്, അതിൻ്റെ ഒപ്പം കുറച്ച് സവോള, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര്, ഇഞ്ചി നീര്, ഉപ്പ്, ഇതൊക്കെയാണ് ഇതിലുള്ളത്. ഇനി ഇവിടെ ഒരു സോസ് പോലെ ഒരു സംഭവം കണ്ടോ. ഇത് വെജ് മയോണൈസ് എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിൽ അണ്ടിപ്പരിപ്പ് കുറച്ച് നേരം ചൂടുവെള്ളത്തിലൊക്കെ കുതിർത്തി വെച്ച് ആ അണ്ടിപ്പരിപ്പും കുറച്ച് വെളുത്തുള്ളിയും ചെറുനാരങ്ങ നീരും പിന്നെ കുരുമുളകും ഒലീവ് ഓയിലും ഒക്കെ കൂടി അരച്ചത്, അതാണ് ഈ സോസായിട്ട് ഉപയോഗിക്കുന്നത്. ഇതും നല്ല ടേസ്റ്റിയാണ് ഈ പച്ചക്കറിയുടെ ഒപ്പം കഴിക്കാൻ. പ്രത്യേകിച്ചും അടിപൊളി ടേസ്റ്റാണ്. മല്ലിയില ചമ്മന്തി കഴിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഡോക്ടർ കഴിച്ചതാണോ? ഞാൻ കഴിച്ചില്ല, ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വിശപ്പായില്ല. ഞാൻ കുറച്ച് മുമ്പ് ഒരു ജ്യൂസ് കുടിച്ചായിരുന്നു. ഓക്കെ ഓക്കെ. ഇന്നത്തെ നമ്മുടെ അടിപൊളി സാലഡാണ്. ഇനി കുറച്ച് ദിവസം കൂടെ അല്ല ഉള്ളൂ ഇത് തീരാൻ വേണ്ടി. ഇനി 19 ദിവസമുള്ളൂ. ഇന്ന് നമുക്ക് 71ാമത്തെ ദിവസമായിട്ടുണ്ട്. പലരും ചോദിച്ചിരുന്നു ഈ സാലഡ് ഇങ്ങനെയൊക്കെ ഇത്രയധികം ആഹാരം എങ്ങനെയാണ് കഴിക്കാൻ പറ്റുന്നത് ഒരാൾക്ക്, അതുപോലെ ഇത്രയും ഉണ്ടാക്കണമെങ്കിൽ എന്തോരം ചിലവ് വരും എന്ന് ചോദിച്ചിരുന്നു. പിന്നെ എൻ്റെ അമ്മ ഇത് കണ്ടപ്പോൾ പറഞ്ഞതാണ്, കുറച്ച് വിഭവങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ 1-2 മാസത്തേക്ക് പിന്നെ സ്ഥിരമായിട്ട് നമുക്ക് റോഡായിട്ടിരിക്കാം. ഇതിൽ ഒരു ചെറിയ ക്യാരറ്റാണുള്ളത്, 2 തക്കാളി ആകപ്പാടെ, ഒരു കുക്കുംബറിൻ്റെ പകുതി, കേബേജ് ആണെങ്കിൽ ഒരല്പം ചെറിയൊരു പീസാണ് മുറിച്ചെടുത്തിട്ടുള്ളത്, പിന്നെ ഒരു 1/4 ഗ്ലാസ് ചെറുപയറും 1 സ്പൂൺ ഉലുവ മുളപ്പിച്ചതും പിന്നെ 2-3 സ്പൂൺ കപ്പലണ്ടിയും. പിന്നെ ഈ നാളികേരം എന്തോരം ഉണ്ടാവും, വളരെ കുറവ്, ഒരു 1/4 മുറി നാളികേരം. ഇതൊക്കെ നമുക്ക് ഒരു ദിവസത്തേക്ക് ഒരു നേരത്തേക്ക് ഇത്രയൊക്കെ മതി. ഇപ്പം ബീട്രൂട്ട് നോക്കി എത്ര കുറവാണ് ശരിക്കും. ബീട്രൂട്ട് ഒരു വലിയ ബീട്രൂട്ടിൻ്റെ ചെറിയൊരു പീസാണ് ഈ മുറിച്ചിട്ടിട്ടുള്ളത്. നട്ട്സൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പൈനട്ടൊക്കെ നല്ല ന്യൂട്രീഷ്യസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ 2-3 എണ്ണമൊക്കെയാണ് കഴിക്കുന്നത്. വളരെ ചിലവ് കുറവാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ഒരു സ്റ്റൈൽ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ. ചിലവ് കുറവ്, പോഷണം കൂടുതൽ. ഇത് ഇപ്പം നമ്മൾ 90 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നോർമലായിട്ട് ഫുഡ് കഴിച്ച് തുടങ്ങാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ നോർമൽ ആഹാരത്തിലേക്ക് വരാനായിട്ട് കുറച്ചധികം സമയമെടുക്കും. ഇത് ഒരു കുഴപ്പമില്ലാതെ ബ്രേക്ക് ചെയ്യാം. നേരിട്ട് കോഴിക്കറിയും പത്തിരിയും കഴിക്കരുത്, അല്ലെങ്കിൽ കോഴിയും പൊറോട്ടയും കഴിക്കരുത്. പക്ഷെ ഇതിപ്പോൾ 10-90 ദിവസമൊക്കെ റോഡായിട്ട് വേവിക്കാത്ത ആഹാരങ്ങൾ മാത്രം കഴിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരു 2-3 ദിവസമെങ്കിലും വേവിച്ച പച്ചക്കറികൾ, അതായത് കറികൾ, സാധാരണ നമ്മുടെ അവിയൽ, പുഴുക്ക് അങ്ങനെയുള്ളതൊക്കെ, അല്ലെങ്കിൽ കുറേശ്ശെ കഞ്ഞിയൊക്കെ കുടിച്ച് തുടങ്ങാം. അത് ഓരോരുത്തരുടെയും ശരീരം പറയുന്നതിനനുസരിച്ച്. നേരിട്ട് ഭയങ്കര എണ്ണ വറവുകൾ അല്ലെങ്കിൽ ഒരുപാട് മസാലകൾ അതിലേക്ക് കയറാതിരിക്കാം. കാരണം ശരീരം വലിയൊരു ചികിത്സയിലേക്കൊക്കെ ആയിട്ട് പോയതല്ലേ. അപ്പം അതുകൊണ്ട് തിരിച്ച് നമ്മുടെ പഴയ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വരാനായിട്ട് കുറച്ച് ദിവസങ്ങൾ എടുക്കും. അപ്പം അതുവരെ ശരീരത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാത്രം കൊടുത്തു പോരാം. ഇപ്പം മധുരമുള്ളത്, ചായ, ഇതൊന്നും ഇപ്പം നമ്മളിത് ബ്രേക്ക് ചെയ്ത ഉടനെ പാടില്ലല്ലോ. ശരിക്കും ഈ 2-3 മാസങ്ങൾ കൊണ്ട് ചായയോടൊക്കെ അഡിക്ഷൻ ഉണ്ടായിരുന്നവരുടെ അതൊക്കെ എവിടെയോ പോയിട്ടുണ്ടാവും. കാരണം അത്തരത്തിലുള്ള ഇപ്പോൾ ചായ, കാപ്പി ഇതൊക്കെ സ്ഥിരമായി കഴിക്കുന്നവർക്ക് ആ ശീലത്തിൽ നിന്നും പുറത്ത് കിടക്കാൻ 3-4 ദിവസം മതി. പ്രത്യേകിച്ച് ഈ റോഡായിട്ടിലൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിൽ അതിൻ്റെ വേഗത വീണ്ടും കൂടും. പല ആളുകളും നമ്മുടെ ഗ്രൂപ്പിൽ, ഇപ്പോൾ ഈ റോഡായിട്ടിൻ്റെ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു, റോഡായിട്ട് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് തലവേദന അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു, വയറൊക്കെ ആകെ ഒരു ഗ്യാസൊക്കെ വന്നതുപോലെ. ഇത് വാസ്തവത്തിൽ നമ്മൾ മുഴുവനായിട്ട് നമ്മുടെ ശരീരത്തിൽ സ്ഥിരമായി പ്രയോഗിച്ചുകൊണ്ടിരുന്നിരുന്ന കുറേ സ്റ്റിമുലൻസിനെ ഒഴിവാക്കി എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ശീലം 2-3 ദിവസം നമ്മൾ തുടർന്നില്ല, സ്റ്റിമുലൻസ് ഒഴിവായിട്ട് തന്നെ നിന്നു എന്നുള്ളത് കൊണ്ട് എന്ത് സംഭവിച്ചു? തലവേദനയൊക്കെ അവസാനിച്ചു. എന്തായാലും ഇപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഭവസമൃദ്ധമായിട്ടുള്ളൊരു ആഹാര രീതി ഒരു 10-19 ദിവസം എവിടെയും കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കണമല്ലോ എന്നുള്ളൊരു വിഷമേ ഇപ്പോൾ ഉള്ളൂ. ഡോക്ടറുടെ ഇപ്പോൾ 71ാമത്തെ ദിവസം തന്നെ ആയല്ലോ അല്ലേ. ശരിക്കും ഡോക്ടറൊക്കെ
പുത്തൻ തലമുറയുടെ പ്രതിനിധികളാണ്. 10-24 വയസ്സൊക്കെ ഉള്ളു. അപ്പോൾ ഇവരുടെ ടീമിൽ നിന്ന് പോലും ഈ റോ ഡയറ്റിലേക്ക് എടുത്ത് ചാടാൻ ഒരിഷ്ടം കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് പഴയവരേക്കാൾ വെളിവ് കൂടുതലുണ്ടെന്ന് പറയാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. കാരണം പഴയ തലമുറയ്ക്ക് കുറച്ച് മീൻചാറും ചോറും ഇത്തിരി കപ്പയും മീനും അങ്ങനെ എന്തെങ്കിലും കുറച്ചധികം ഉപ്പും പുളിയും എരിവും ഒക്കെ കൂടുതലുള്ള അങ്ങനെ ഒരു മസാല പ്രയോഗം വേണം. ഇപ്പം നാടൻ ആഹാരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണക്കാർ കഴിക്കുന്നത് എന്താ? വീട്ടിൽ നിന്ന് സ്ഥിരം കഴിക്കുന്നത് പലഹാരങ്ങളും ചോറും ഇതൊക്കെ തന്നെയായിരിക്കും. ഈ പലഹാരങ്ങൾ ഇഡ്ഡലി ദോശ എന്നുള്ളത് പോലും പഴയ തലമുറയിലുള്ളതല്ല. നമ്മുടെ അച്ചാച്ചന്മാർ അമ്മമാരുടെ തലമുറയിലൊന്നും ഇഡ്ഡലിയും ദോശയും ഇല്ല. കഞ്ഞിയും പുഴുക്കും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചേനയും കപ്പയും ചക്കപ്പുഴുക്കും അതൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ബാക്കിയുള്ളതെല്ലാം അധികം വൈകാതെ അധിക പഴക്കമില്ലാതെ വന്നു ചേർന്നിട്ടുള്ളവയാണ്. ഇനി അതും കൂടാതെ ബഹുഭൂരിപക്ഷം ആളുകളും കഴിക്കുന്നത് ഫാസ്റ്റ് ഫുഡൊക്കെയാണ്. പല ആളുകളും പറയുന്നു ഇതുപോലെ റോ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ ഇത്രയധികം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പോഷകാഹാരം കുറയും, അതുപോലെ വിരയുടെ ശല്യം വരും എന്നൊക്കെ പറയുമ്പോൾ എത്ര പേര് പ്രകൃതി ചികിത്സ ചെയ്തിട്ടോ അല്ലെങ്കിൽ പച്ചക്കറി വേവിക്കാതെ കഴിച്ചിട്ടോ മരിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കണക്കെടുത്ത് അല്ലാതെ സാധാരണ ആഹാരങ്ങൾ കഴിച്ച് ജീവിക്കുന്നവരിൽ എത്രത്തോളം മരണം സംഭവിക്കുന്നുണ്ട് എന്ന് രണ്ടും കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ചിലപ്പോൾ 1-2 ആളുകളായിരിക്കും, മറ്റേത് ലക്ഷക്കണക്കിന് ആളുകളാണ്. പിന്നും പലരിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ പലരും മെസ്സേജ് അയച്ചൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്, ഈ ഒരു പ്രകൃതി ചികിത്സയിലേക്ക് കൃത്യമായിട്ടുള്ള വൈദ്യ ചികിത്സ അല്ലെങ്കിൽ വൈദ്യസഹായം ലഭ്യമാക്കാതെ പ്രകൃതി ചികിത്സയിൽ മാത്രമിട്ട് ആളുകൾ മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുകയുണ്ടായി. അപ്പം ഞാൻ മറുപടി കൊടുത്തില്ല, പക്ഷെ ഞാൻ ചിന്തിച്ചു പ്രകൃതി ചികിത്സ ചെയ്തതുകൊണ്ട് എത്ര പേര് മരിക്കുന്നുണ്ട്? എല്ലാവരും എന്തായാലും പ്രകൃതി ചികിത്സയിലേക്കല്ല വരുന്നത്. ടോട്ടലുള്ള ആളുകളിൽ ചിലപ്പോൾ 1% അല്ലെങ്കിൽ 2% ആയിരിക്കും പ്രകൃതി ചികിത്സ അറിയുന്നത് പോലും. ബാക്കി എല്ലാവരും അറിയുന്നത് മറ്റു ചികിത്സാ സമ്പ്രദായങ്ങളാണ്. രോഗം വരുമ്പോൾ എല്ലാവരും പോകുന്നത് അവിടെയാണ്. അവർ തുടർന്ന് ജീവിക്കുന്നതും മരിക്കുന്നതും ആ ചികിത്സാ പ്രകാരം തന്നെയാണ്. പ്രകൃതി ചികിത്സയിൽ വരുന്ന ആളുകളുടെ എണ്ണം കുറവാണെങ്കിലും വിജയസാധ്യത വളരെ കൂടുതലാണ്. വന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകളും രോഗം മാറി തന്നെയാണ് പോവുക. പിന്നെ ശരീരത്തിന് സ്വന്തമായിട്ട് രോഗം മാറ്റാൻ കഴിവില്ലാത്തൊരവസ്ഥയിൽ പ്രകൃതി ചികിത്സ കൊണ്ടും അയാളെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് വരാം. പക്ഷേ അതിന് പ്രകൃതി ചികിത്സ ചെയ്തിട്ട് മരിക്കും എന്ന് പറയുന്ന തരത്തിലേക്ക് പോകരുത് എന്നാണ് നിർദ്ദേശം. കാരണം അത് തെറ്റായിട്ടുള്ളൊരു അറിയിപ്പാണ് കൊടുക്കുന്നത്. പ്രകൃതി ചികിത്സ എന്ന് പറയുമ്പോൾ കുറച്ച് ഇപ്പോൾ ഈ എണ്ണയിൽ വറുത്തതും ഫ്രൈഡ് റൈസും പിന്നെന്തൊക്കെയാണ് അങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡ് കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. ഇത്തരത്തിലുള്ള ആഹാരത്തിൻ്റെ ഒരു പ്രൊമോഷനല്ല നമ്മൾ നടത്തുന്നത്. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തിരി ക്യാരറ്റ്, ഇത്തിരി മല്ലിയില, ഇത്തിരി കുക്കുംബർ, അല്ലെങ്കിൽ ഇത്തിരി ബീട്രൂട്ട്, ഇത്തിരി കഞ്ഞിപ്പയർ, ഇതൊക്കെയാണ് ഈ കഴിക്കുന്നത്. കുറച്ച് നാളികേരം കേരളത്തിൽ സുലഭമായിട്ടുള്ളത്. ഇതൊക്കെ കഴിച്ചിട്ട് എന്ത് രോഗമാണ് വരിക? നമ്മുടെ നാടൻ ആഹാരങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. നാടൻ ആഹാരങ്ങൾ വേവിക്കാതെ കഴിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ആളുകൾക്ക് ടെൻഷൻ. എല്ലാ ഇൻഫെക്ഷനുകളും വേവിക്കാത്ത ആഹാരം കഴിക്കുന്നവർക്കല്ലല്ലോ വരുന്നത്. ഇൻഫെക്ഷനുകൾ സാധാരണ മനുഷ്യന്മാർക്ക് ഇഷ്ടം പോലെ വരുന്നില്ലേ? ഈ പറയുന്ന മെസ്സേജിൽ കണ്ടതുപോലെ ബ്രെയിനിൽ വിര ബാധിച്ച് മരിച്ചു എന്നൊക്കെ ഒരു കാര്യം പറയുണ്ടായി. ഇതെല്ലാം സാധാരണ വേവിക്കാത്ത ആഹാരങ്ങൾ കഴിക്കുന്നവർക്ക് മാത്രം വരുന്നൊരു പ്രശ്നമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇതെല്ലാം സാധാരണ ഇപ്പോൾ വേവിക്കാത്ത ആഹാരം കഴിച്ച് ജീവിക്കുന്നവർ എത്ര പേരുണ്ടാവും? ഇപ്പം ഞങ്ങൾ പോലും ആകെ 90 ദിവസമാണ് ഇത് കഴിക്കുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും കുക്ക് ചെയ്ത ആഹാരത്തിലേക്ക്. സാധാരണ കുക്ക് ചെയ്ത ആഹാരങ്ങൾ മാത്രം കഴിക്കുന്നവരാണ് ബാക്കി ശതമാനം. അപ്പം അവർക്ക് വരുന്ന രോഗങ്ങൾ കണക്കിലെടുക്കുന്നേ ഇല്ല. ഇപ്പം ഈ എണ്ണക്കടികൾ കൊണ്ടും അങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡുകൾ കൊണ്ടും ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് ഒന്നും ആരും മിണ്ടുന്നില്ല. അതിന് പകരം ഈ വേവിക്കാത്ത ഇത്തിരി സാലഡ് പോലെയുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന പോഷകദാരിദ്ര്യത്തെക്കുറിച്ച്, അപകടത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് ഭയങ്കര വാചാലരാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട്. അതൊരഭിപ്രായമാണ്. ഡോക്ടറുടെ അഭിപ്രായം എന്താ? പിന്നെ മാം, ഈ നാച്ചുറോപ്പതിയിൽ വന്നു കഴിയുമ്പോൾ അല്ലെ പ്രകൃതി ചികിത്സ വന്നു കഴിയുമ്പം ആൾക്കാർ മരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അവർ പല ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടുണ്ടായിരിക്കും. എല്ലായിടത്തും പോയി അവരെ കൊണ്ട് രക്ഷിക്കാൻ പറ്റില്ല എന്നാവുമ്പോഴാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നാച്ചുറോപ്പതി അറിയുന്ന ആൾക്കാർ 1% ആയിരിക്കും.
ബാക്കി ഇപ്പോൾ ഒരു 10 പേര് നാച്ചുറോപ്പതി വരുന്നുണ്ട്, ഒരാളായിരിക്കും അതെന്താണെന്ന് അറിഞ്ഞിട്ട് വരുന്നത്. അതെ അതെ. ബാക്കി 9 പേരും ഇനി ഒന്നും ട്രൈ ചെയ്യാനില്ലാത്തത് കൊണ്ട് മാത്രം എന്നാൽ ഇനി ഇതെങ്കിൽ ഇത്. അതെ അതെ. എല്ലാവരും ഉപേക്ഷിച്ച് കഴിയുമ്പോൾ എന്ന തരത്തിലാണ് ഭൂരിഭാഗം. ഇനി ചിലർ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ എന്നല്ല, അവർ പല പല രോഗങ്ങളിലൂടെ പല പല ഘട്ടങ്ങളിൽ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഈ രോഗം നമ്മുടെ പിടിയിൽ ഒതുങ്ങുന്നതല്ല, എന്നാലൊന്ന് പ്രകൃതി ചികിത്സ ചെയ്ത് നോക്കിയാലോ എന്ന തരത്തിൽ. ഇങ്ങനെയല്ല വാസ്തവത്തിൽ പ്രകൃതി ചികിത്സയിലേക്ക് വരേണ്ടത്. പ്രകൃതി ചികിത്സയിൽ രോഗചികിത്സ വളരെ എളുപ്പത്തിൽ നടക്കുന്നതാണ്. എങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആരംഭഘട്ടത്തിൽ നമുക്കൊന്ന് കിട്ടുകയാണെങ്കിൽ, അങ്ങനെ ഒരു രോഗം തുടങ്ങുമ്പോൾ തന്നെ ആദ്യം തന്നെ ഗുളിക വിഴുങ്ങുക എന്നുള്ളതല്ലാതെ ആദ്യം തന്നെ ഈ പ്രകൃതി ചികിത്സ പോലെയുള്ളവ ചെയ്തു നോക്കുകയാണെങ്കിൽ വലിയൊരു ശതമാനം അതോടെ ഇല്ലാതെയാകും. എന്നിട്ടും മാറാത്തതുണ്ടെങ്കിൽ ബാക്കി ഔഷധങ്ങളും കാര്യങ്ങളും ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം പ്രകൃതി ചികിത്സയിൽ മരുന്നില്ല. ശരീരം സ്വന്തമായി ചികിത്സിക്കൽ മാത്രമാണ് പ്രകൃതി ചികിത്സയിൽ നടക്കുന്നത്. അപ്പോൾ സ്വന്തമായി ചെയ്യാവുന്ന പരമാവധി ശരീരം ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് അത് പറ്റാത്തതല്ലേ ബാക്കിയുള്ളതുകൊണ്ട് ചെയ്യണ്ടോ. ഇത് പക്ഷേ സാധാരണ ഒരു മനുഷ്യന് മനസ്സിലാക്കാനായിട്ട് പറ്റി തുടങ്ങിയിട്ടില്ല. പക്ഷേ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾ ക്ലാസ്സുകളിലൂടെയും ഇപ്പം ഇന്നലെ ഇവിടുത്തെ വാർഷികാഘോഷമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിലെല്ലാം ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു ദുഃഖം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രകൃതി ചികിത്സകളിൽ എത്തിപ്പെടുന്നവരുടെ പേഴ്സൻറ്റേജ് കുറവാണ്. അധികം പേരിത് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രത്യേക തരത്തിൽ ചിന്തിക്കാൻ പറ്റുന്നവർക്കെങ്കിലും ഇത് പിന്തുടരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ ഭക്ഷണം അതിഗംഭീരമായി കിട്ടി. കഴിച്ച് മുഴുവനാക്കട്ടെ. ഡോക്ടർ ഇത്രയും കൂടിയും കഴിയുന്നതാണ് പറയുന്നത്. നിങ്ങൾ വൈകാതെ കഴിക്കൂ. താങ്ക് യു.